ഞാൻ യാമ്പൂലേക്ക് യാത്ര ചെയ്ത സമയത്ത് അൽ നഖീൽ പറഞ്ഞ സ്ഥലത്ത് കയറി കണ്ടൊരു കാഴ്ച ഉണ്ടല്ലേ. പഴയ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണിത്. ഒരു പഴയ കാല ഓർമ്മകളെ നമുക്ക് അതുപോലെ നിലനിർത്തിയ ഒരു സ്ഥലമാണ് ഈ അൽ നഖീൽ പറയുന്ന സ്ഥലം. ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. അതിലൊരു തോട്ടത്തിലേക്ക് ഞാൻ കയറിയതാണ്. ഇവിടെ ഒരുപാട് വെള്ളം ഒഴുകി പോകുന്ന അരുവികളുണ്ട്. നല്ല ശുദ്ധമായ വെള്ളം ഒഴുകി പോകുന്ന അരുവികൾ ഒരുപാട് സ്ഥലത്ത് ഇവിടെ ഒരുപാട് തോട്ടങ്ങളും കാണാൻ കഴിയും. ഫുള്ള് പച്ചപ്പ്, അതായത് ഈത്തപ്പഴ തോട്ടങ്ങളെ കൊണ്ട് ഇങ്ങനെ ഒരുപാട് തോട്ടങ്ങളുള്ള സ്ഥലമാണ് ഈ അൽ നഖീൽ പറയുന്നത്. ഇവിടെ ഒരുപാട് വെള്ളം ഒഴുകി പോകുന്ന ഉറവകളും ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഇത്രത്തോളം ഈത്തപ്പഴം അതുപോലെ നാരങ്ങയും അങ്ങനത്തെ ഒരുപാട് കൃഷികൾ ഇവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളിലേക്ക് കയറി കണ്ടത് നല്ലൊരു എന്താ പറയുക, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച. നമ്മുടെ നാട്ടിലൊക്കെ പോയൊരു ഫീലിംഗ്, അതുപോലെ ഒരു പച്ചപ്പും അങ്ങനെ ഫാമിലിനോട്ടൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണില്ല. ഇവിടെ ഒരുപാട് തോട്ടങ്ങളുണ്ട്. ഇവിടെ നാരങ്ങായിട്ടും പല കൃഷികളും ഉണ്ട്. അപ്പോൾ ആ ഒരു തോട്ടങ്ങളിലൊക്കെ ഇതുപോലെ കുളിക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് വേറെ ഉണ്ടിട്ടില്ല. കുളിക്കാനൊക്കെ പറ്റിയ വെള്ളം കെട്ടി നിർത്തിയിട്ട് കുളിക്കാനൊക്കെ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ഈ ആമ്പുല നഖീൽ പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഒന്ന് കയറിയിട്ട് പോയിക്കൊണ്ടില്ല. അതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് കയറി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ മറക്കാതെ വീഡിയോ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആമ്പുലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ മദീനയിൽ ആമ്പുലൊക്കെ പോകുന്ന വഴിക്കാണ് ഈ ഒരു സ്ഥലം.